ഹലോ എവരിവൺ, വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നിങ്ങൾ അറിഞ്ഞു കാണും 2025 റെയിൽവേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ നമ്പർ വരുന്നത് CN 08/2024. അതാണ് നോട്ടിഫിക്കേഷൻ നമ്പർ 07. നിങ്ങൾ ഇതിന് മുമ്പുള്ള നോട്ടിഫിക്കേഷൻ CN നമ്പർ തന്നെ കണ്ടിട്ടുണ്ടാവും. 07/2024, 06/2026 ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നോക്കാം. 3rd ജനുവരിയാണ്, 23rd ജനുവരി ടു 22nd ഫെബ്രുവരി, ഒരു മാസം സമയമുണ്ട്. അപ്പോൾ ഒരു മാസം സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 10 to 15 ഡേയ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അധികം ഡിലേ ആവരുത്, സൈറ്റ് ജാമാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ വേണ്ടത് ഒരു SSLC ബുക്ക് വേണം. അതേപോലെ തന്നെ നിങ്ങൾ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. അപ്പോൾ നിങ്ങൾ SC/ST ആണെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. പിന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. RRBയുടെ സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഓൾറെഡി RRB, NTPC, അതുപോലെ ജൂനിയർ എഞ്ചിനീയറൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാരാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ സിഗ്നേച്ചർ മാത്രമേ അപ്ലോഡ് ചെയ്യാനുണ്ടാവുള്ളൂ. ബാക്കി കാര്യങ്ങളിൽ ഓൾറെഡി നിങ്ങൾ ഡാറ്റാസ് എൻട്രി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഡിൻ്റെ കാര്യങ്ങൾ മാത്രം എൻട്രി ചെയ്യാനുണ്ടാവുള്ളൂ. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൽ നോക്കാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതിൽ വേക്കൻസി വരുന്നത് 32,438 വേക്കൻസിയാണ് വരുന്നത്. വേക്കൻസി ഈ വർഷം കുറവാണ്. 2018-19 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസി കുറച്ച് കുറവാണ്. പക്ഷേ വേക്കൻസി ഇനിയും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇനീഷ്യൽ പേ വരുന്നത് 18,000 ആണ്. 7th പേ കമ്മീഷനിലാണ് 7th പേ കമ്മീഷൻ വെച്ചിട്ടാണ് നമ്മൾ 18,000 സാലറി പറയുന്നത്. പുതിയ 8th പേ കമ്മീഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാലറി ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏജ് വരുന്നത് 18 to 36 ആണ്. 18 to 33 അല്ല, 18 to 36 ആണ്. അത് കൊറോണ കാരണം കൊണ്ട് 3 year എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 18 to 36 ഏജ് വരുന്നത്. മനസ്സിലാക്കുക. ജനറൽ കാറ്റഗറീൻ്റെ ഏജ് ലിമിറ്റ് ആണ് പറയുന്നത് 18 to 36. അതായത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1st January 2025 വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 36 മാക്സിമം, 18 മിനിമം ആണ് ജനറൽ കാറ്റഗറി. OBCക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. OBCക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ്. നോൺ ക്രീമി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ഏജ് റിലാക്സേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ OBC നോൺ ക്രീമി ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഏജ് റിലാക്സേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, SC/ST ആണെങ്കിൽ 5 years ആണ് ഏജ് റിലാക്സേഷൻ. PWD ആണെങ്കിൽ അതിൽ കൂടുതലുണ്ട്. ഓരോന്നും അതിൻ്റെ വീക്ക്നെസ്സിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനാണ് കിട്ടുക. ഓക്കെ, ഇനി മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ പോസ്റ്റ്. മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യം വരും. ഇതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഡിഫറെൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. A1, A2, A3, B1, B2, C1, C2. ഇതിൽ A1 സ്റ്റാൻഡേർഡ് വരുന്നില്ല. A2, A3, A3, B1, B2, C1, C2 ഒക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് എന്താണ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങളത് മെഡിക്കൽ ഫിറ്റ്നസ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി. അല്ലാത്തവർക്ക് ഇതിന് ഇഷ്യൂസ് വരുന്നില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ് മിനിമം ഇത് വേണമെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. പിന്നെ അതിൽ ഏജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു 18 to 33 അല്ല, 18 to 36 ആണ്. അതിന് കാരണം പറഞ്ഞു കൊറോണ കാരണം കൊണ്ട് 3 year എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് കാറ്റഗറീൻ്റെ ഏജ് റിലാക്സേഷനും ഇതിൽ PDF കൊടുത്തിട്ടുണ്ട്. 3 year OBC നോൺ ക്രീം ലെയർ ആണെങ്കിൽ മാത്രമേ 3 years കിട്ടുള്ളൂ. SC/ST ആണ് 5 years കൊടുത്തിട്ടുണ്ട്. എക്സ് സർവീസിൽ നിന്ന് എക്സ്ട്രാ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏജ് റിലാക്സേഷനെ കുറിച്ച് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞത് അനക്സർ എയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് അനക്സർ എയിലാണ് എഡ്യൂക്കേഷൻ. ഇത് ലാസ്റ്റ് അനക്സർ എ കൊടുത്തിട്ടുണ്ട്. അതിനാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th or ITI ആണ്. 10th or ITI ആണ് ക്വാളിഫിക്കേഷൻ. 10th and ITI അല്ല, 10th അല്ലെങ്കിൽ ITI. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഹയർ ക്വാളിഫിക്കേഷൻ പ്രശ്നമൊന്നുമില്ല, അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ എക്സാമിനേഷൻ ഫീസ് 500 rupees ആണ്. ഫീമെയിലാണെങ്കിൽ 250 ആണ് വരുന്നത്. എക്സാം ഫീസ് 500. ജനറൽ കാറ്റഗറി ഫീമെയിലാണെങ്കിൽ ജനറൽ കാറ്റഗറി 500. OBC ഇൻക്ലൂഡ് ആണ് അതിൽ വരുന്നത്. 500 ആണ്.
ഫീമെയിലും ബാക്കിയുള്ളവർക്കൊക്കെ 250 വരുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്ന മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്? റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് PDF കൊടുത്തിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് CB ഫസ്റ്റ് നമുക്ക് ശരിക്കും 4 പ്രോസസ്സാണ് ഉള്ളത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫസ്റ്റ് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം ആണ്, ഓൺലൈൻ എക്സാം ആണ്. രണ്ടാമത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET എന്ന് പറയും. മൂന്നാമത്തത് DV ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. നാലാമത്തത് മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയും സ്റ്റേജസ് ആണ് അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനുള്ളത്. ഇപ്പം CBTയിൽ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇതിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം CBT ഫസ്റ്റ് സ്റ്റേജിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഏതൊക്കെ സിലബസ് വരും നോക്കാം. ഡ്യൂറേഷൻ ഓഫ് ഇൻ മിനിറ്റ്സ്, ഡ്യൂറേഷൻ 30 മിനിറ്റ്സ് ആണ്. അത് 1.5 hour ആണ് ടൈം വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. 100 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ വരുന്ന വെയിറ്റേജ് ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് അതായത് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് ആണ് വരുന്നത്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. 20 മാർക്സ് ആണ് വരുന്നത്. ടോട്ടൽ 100 മാർക്സ് ആണ്. 1.5 hour ആണ്. ഇതാണ് അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ സെഷനിലും ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയുണ്ട് അത്ര തന്നെ മാർക്ക് വരും. ഓക്കെ, ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് 25 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേജസ് അതായത് DV അതേപോലെ തൊട്ടുമ്പോൾ അതിന് ശേഷമുള്ള സ്റ്റേജ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. നമുക്ക് PET നോക്കാം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET എന്ന് പറയും. അതിൽ മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും രണ്ടാണ്. മെയിൽ കാൻഡിഡേറ്റിന് പറയുന്നത് 2 കണ്ടീഷൻസാണ് പറയുന്നത്. ഒരു അറ്റംപ്റ്റിലും മനസ്സിലാക്കുക, ഒറ്റ അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. ഓരോ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും ഒരു അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് പറയുന്നത് ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ക്യാരി 35 kilogram ഓഫ് വെയിറ്റ്. അതായത് 35 kilogram ഓഫ് വെയിറ്റ് ക്യാരി ചെയ്തിട്ട് 100 മീറ്റർ 2 മിനിറ്റിൽ നമുക്ക് നടക്കാൻ പറ്റണം. ഓക്കെ, അതാണ് പറയുന്നത്. 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ 35 kilogram ക്യാരി ചെയ്തിട്ട് നടക്കാൻ പറ്റണം. ഓക്കെ, ഇതിൽ പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 35 പകരം 20 kilogram ആണ്. ബാക്കിയുള്ള വ്യത്യാസം 100 മീറ്റർ 2 മിനിറ്റ്സിലാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തപ്പോൾ ഇതിൽ പറയുന്നുണ്ട് 1 ചാൻസ് ആണ് വിത്തൗട്ട് പുട്ടിങ് ദ വെയിറ്റ് ഡൗൺ. വെയിറ്റ് താഴെ വെക്കാതെ ഒരു ചാൻസ് ആണ് ഉള്ളത്. 1 ചാൻസ് വിത്തൗട്ട് പുട്ടിങ് വെയിറ്റ് ഡൗൺ. അടുത്ത് പറയുന്നത് ഷുഡ് ബി ഏബിൾ ടു റൺ എ ഡിസ്റ്റൻസ് ഓഫ് 1000 മീറ്റേഴ്സ് 1 kilometer 4 minutes and 15 seconds. 1 ചാൻസ്, ഒറ്റ ചാൻസിൽ 1 kilometer 4 minutes and 15 seconds മെയിൽ കാൻഡിഡേറ്റ് ഓടേണ്ടത്. ഫീമെയിൽ ആണെങ്കിൽ വ്യത്യാസം വരുന്നത് 1 kilometer തന്നെ, പക്ഷേ 5 minutes 40 seconds സമയമുണ്ട്. അതിനുള്ള ഓടിയെത്താൻ പറ്റണം. ഈ 2 കണ്ടീഷനാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇത് രണ്ടും പാസ്സാവണം. ക്വാളിഫൈങ് നേച്ചറാണ്. ഇതിൽ മാർക്കൊന്നുമില്ല. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ പോകും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾ DV ക്ലിയർ ചെയ്യും. DV ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. സാധാരണ റെയിൽവേ എല്ലാ എക്സാമിനും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് 4ാമത്തെ സ്റ്റേജ് ആയിട്ട്. അതും കൂടെ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. മാർക്ക് നോർമലൈസേഷൻ ആസ് യൂഷ്വൽ ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുന്നത് ഇതിൽ ഹൗ ടു അപ്ലൈ. ഇനി അടുത്ത അപ്ലിക്കേഷൻ പ്രോസസ് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ RRBയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. RRBയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് RRBയിലാണോ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള അതിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരു വേക്കൻസി നിങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് കൊടുക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ സതേൺ റീജിയനിൽ കൊടുക്കുക. ചെന്നൈയോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ സെക്കന്ദരാബാദ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേത് നിങ്ങൾക്ക് ഒരുപാട് ദൂരം കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 6-7 ദിവസം ലീവ് കിട്ടി കഴിഞ്ഞാലേ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസ് കുറേ ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സതേൺ റീജിയനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ സതേൺ റീജിയനിൽ കൊടുക്കാം. അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് എവിടെ വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോട്ടോയും സിഗ്നേച്ചറിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഫോട്ടോൻ്റെ സൈസ് പറയുന്നത് JPEG ഇമേജ് JPG ഇമേജ് ആണ് വേണ്ടത്. 50 to 100 KB റേഞ്ചിലായിരിക്കും സൈസ് വേണ്ടത്. കളർ ഫോട്ടോഗ്രാഫാണ്, ശ്രദ്ധിക്കണം. വൈറ്റ് ഓർ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ആ പോയിന്റ് ശ്രദ്ധിക്കാം. വൈറ്റ് ഓർ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. പിന്നെ ദ ഡ്രസ് ഷുഡ് ബി നോൺ വൈറ്റ് ഡ്രസ്സ് നോൺ വൈറ്റ് ആയിരിക്കണം. കാരണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഓർ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആണ്. ദ ഡ്രസ് ഷുഡ് ബി നോൺ വൈറ്റ് ഡ്രസ്സ് ആയിരിക്കണം. പ്രിഫറബിളി ഡാർക്ക് കളർ ആയിരിക്കും. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് റിജക്റ്റ് ആവാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ഇറ്റ് ഷുഡ് ബി സൈസ് ഓഫ് 35mm to 45mm ഓർ 320 to 240 പിക്സൽസ് ആണ് സൈസ് പറയുന്നത്. ഫോട്ടോ സൈസ് പറയുന്നത് 35mm to 45mm. നിങ്ങൾ സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ അവയെ തന്നെ സെറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൈസ് ഓഫ് ഫോട്ടോഗ്രാഫ് പറയുന്നത് 50 to 100 KB, 50-ൻ്റെ 100-ൻ്റെ ഇടയിലുള്ള സൈസാണ് പറയുന്നത് ഫോട്ടോഗ്രാഫ്. ഓക്കെ, ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കും ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ. ഇനി വരുന്നത് സിഗ്നേച്ചറിനെ കുറിച്ചാണ്. സിഗ്നേച്ചർ നമ്മൾ പറയുന്നത് ഇതിൽ ബ്ലാക്ക് ഇങ്ക്, സിഗ്നേച്ചറിൽ ദ അപ്ലിക്കൻ്റ് ഹാസ് ടു സൈൻ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് സിഗ്നേച്ചർ വേണ്ടത്. നിങ്ങളത് കളർ വേറെ ഇങ്ക് കൊണ്ട് സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് മാത്രം സൈൻ ചെയ്യുക. സിഗ്നേച്ചർ മസ്റ്റ് ബി റണ്ണിങ് ലെറ്റേഴ്സ് ആണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് പറ്റില്ല. JPEG ഫോർമാറ്റ് തന്നെയാണ്. 100 dpi റെസൊല്യൂഷൻ, 100 dpi റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് മിനിമം 100 dpi, 100 കൂടാ, മിനിമം 100 dpi റെസൊല്യൂഷനാണ് പറയുന്നത്. ഡയമെൻഷൻ 50mm 20mm ഓർ 140 to 60 പിക്സലാണ് പ്രിഫർ ചെയ്യുന്നത്. അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ കുഴപ്പമില്ല, പ്രിഫർ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. സൈസ് ഓഫ് ഫയൽ ഷുഡ് ബി ബിറ്റ്വീൻ 30 to 50 KB, 30 KB to 50 KB ആണ് ഫയൽ സൈസ് പറയുന്നത്. ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. സിഗ്നേച്ചർ, ഫോട്ടോ, പിന്നെ നിങ്ങൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷനിലുള്ള സർട്ടിഫിക്കറ്റ്, OBC ആണ് നോൺ ക്രീമിയൽ സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റ് മനസ്സിലാക്കുക. OBCക്കാർ NCL നോൺ ക്രീമിയൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് തഹസിൽദാറുടെ അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിനുള്ള NCL സർട്ടിഫിക്കറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബിനുള്ള NCL സർട്ടിഫിക്കറ്റ് രണ്ടും രണ്ടാണ്. അപ്പം നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, നിങ്ങൾ അക്ഷയ സെൻറ്റേഴ്സിൽ പോയിട്ട് പറഞ്ഞാൽ മതി സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിന് റെയിൽവേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള NCL സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ഒരു 2-3 ഡേയ്സിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. തഹസിൽദാർ സൈനോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുക, അതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഓക്കെ, SC/ST കാൻഡിഡേറ്റിന് ഒരു കാര്യം കൂടിയാണ്. SC/ST കാൻഡിഡേറ്റ് നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ ഫ്രീ പാസ് കിട്ടും. സ്ലീപ്പർ ക്ലാസ്സിൽ ഫ്രീ പാസ് കിട്ടും. അതിൽ നിങ്ങൾ ഇനീഷ്യലി അപ്ലൈ ചെയ്ത സമയത്ത് അത് മെൻഷൻ ചെയ്യണം. ഫ്രീ പാസ് വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ SC/ST കാൻഡിഡേറ്റിന് ഫ്രീ പാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഫ്രീ ട്രാവൽ ഫെസിലിറ്റി ഇൻ കേസ് ഓഫ് SC/ST കാൻഡിഡേറ്റ് ഹു ആർ എലിജിബിൾ ഫോർ ഫ്രീ ട്രെയിൻ ട്രാവൽ. അത് ഇനീഷ്യലി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫ്രീ ട്രാവൽ ഫെസിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി കൊടുത്തത് ഡിഫറെൻറ്റ് RRB കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ കൂടെ കൊടുത്ത് ഡിഫറെൻറ്റ് ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ആവശ്യമുള്ളതിനനുസരിച്ചുള്ള, ഇപ്പോൾ PWD ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോം, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ഫോം കൊടുത്തിട്ടുണ്ട്, ഫോമിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പോസ്റ്റ് പാരാമീറ്റർ, അത് ക്വാളിഫിക്കേഷൻ അനക്സർ എയിലാണെന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അനക്സർ എയിൽ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ നോക്കുക. ക്വാളിഫിക്കേഷൻ 10th പാസ് ഓർ ITI എന്നാണ് പറയുന്നത്. 10th പാസ് ഓർ ITI ആണ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിഫറെൻ്റ് ഉണ്ട്. മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. SNT സിഗ്നൽ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻറ്റ് ക്യാരേജ് ആൻഡ് വാഗൺ, ഡിഫറെൻറ്റ് പോസ്റ്റുകൾ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് RRBയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്യാവുന്നത്. ഡിഫറെൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡുമാണ്. B1 C1 A1 സ്റ്റാൻഡേർഡ് വരുന്നില്ല, B1 C1 ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. അത് നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കുക. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. മുംബൈയിലെ വേക്കൻസീസ്, ടോട്ടൽ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ജയ്പൂർ, അതേപോലെ തന്നെ ഇതിൽ ട്രിവാൻഡ്രം RRB ഇല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചെന്നൈ RRB ആണ് ഉള്ളത്. ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, സെക്കൻഡ് റൗണ്ട്. ഇപ്പോൾ നിങ്ങൾ അടുത്തുള്ള റീജിയനിൽ നിങ്ങൾ വേക്കൻസി നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ കട്ട് ഓഫ് ചെന്നൈയിൽ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് 71 സംതിങ് കട്ട് ഓഫാണ്, 67 സംതിങ് കട്ട് ഓഫാണ് ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കട്ട് ഓഫിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പോലെ ആവണമെന്ന് പ്രാവശ്യമൊന്നും ഇല്ല. കാരണം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എക്സാമിൻ്റെ ടഫ്നെസ്സിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ആ കട്ട് ഓഫിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക, അധികം ലേറ്റ് ആവരുത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട് വീഡിയോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലും വേക്കൻസീസ് ഓരോ RRBയിലും വേക്കൻസീസ് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് നെയിമും അതിൻ്റെ കറസ്പോണ്ടിങ് വേക്കൻസിയും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് ഇഷ്ടമുള്ള ആ പോസ്റ്റിൽ വേക്കൻസി കൂടുതലുള്ള സ്ഥലം വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് നമ്മളിതിൻ്റെ ഇനി അങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ വീഡിയോ ക്ലാസ്സുകളൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക.
ഓക്കെ. അപ്പം ഇതിലെ ക്ലാസ്സുകൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സും താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ സെൻറ്റർ നമ്പർ ഇതിലാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ സെൻറ്ററിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചിലും ഓൺലൈൻ ബാച്ചസിലും അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓഫ്ലൈൻ ബാച്ചസ് കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ സെൻറ്റേഴ്സിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സൺഡേ ബാച്ചസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതേപോലെ ഓൺലൈൻ ബാച്ചാണ്, നൈറ്റാണ് ക്ലാസ് വരുന്നത്. നിങ്ങൾക്ക് ഏത് ബാച്ച് വേണമെങ്കിലും എലക്ട് ചെയ്യാവുന്നതാണ്, ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക. ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ്, ഇതേപോലത്തെ റെയിൽവേയുടെ അപ്ഡേറ്റ്സും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അപ്ഡേറ്റ്സൊക്കെ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.